ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു റവ ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ശരിക്കും വെറൈറ്റിയാണ്. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം റവ വെച്ചിട്ടാണ് ഈ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. ഈസിയായി ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ആദ്യം തന്നെ നമുക്കിതിലോട്ടേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ടേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ സവാള നല്ലവണ്ണം തന്നെ ഒന്ന് വാടി വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റോളം നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് ഫൈനലായിട്ട് ഒരു ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മളിതിലോട്ടേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 250 ml 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലോട്ടേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റോസ്റ്റഡ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഒരു കൈയോട് റവ ചേർത്ത് കൊടുക്കുമ്പോൾ മറ്റേ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ചിക്കനും റവയും കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ കുക്കി കട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ കുക്കി കട്ടർ നമുക്ക് പല മോഡലും നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഒരു സ്റ്റാറിൻ്റെ കുക്കി കട്ടറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ റവൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ? ഒരു സ്റ്റാറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം മുഴുവനും കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്ന നോക്കാം. ആദ്യം നമ്മുടെ ഒരു കട്ട്ലറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു മുട്ടിയിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും കവർ ചെയ്യുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ആക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതിവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് പരിപാടി നമുക്ക് ഫ്രൈ ചെയ്യലാണ്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോ കട്ട്ലറ്റും ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം 2 ഭാഗം ആകണം. ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതുവരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ റവയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 ഭാഗമാകുമ്പോൾ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ? ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഓയിൽ ഒട്ടും വലിച്ചെടുക്കൂല കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റവ ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.